മിഷ്കിൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, ശ്രുതി ഹാസൻ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ട്രെയിൻ. അതിന്റെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്, കണ്ടുവെക്കാം. പ്ലീസ് യൂസ് ഹെഡ്ഫോൺസ്. വി ക്രിയേഷൻസ് അവരാണ് പ്രൊഡ്യൂസേഴ്സ്. സ്ക്രീൻ പ്ലേ വിജയ് സേതുപതി, ട്രെയിൻ. ടീസറാണോ അതോ റോ ക്ലിപ്സ് ആണോ? അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ട്രെയിനിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ അഡീഷണൽ ബാക്ക്ഗ്രൗണ്ടോ ബീജിയമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ കമ്പോസ്ഡ് ബൈ ഡയറക്ടർ മിഷ്കിനാണ്. റിട്ടൺ, ഡയറക്ടർ ആൻഡ് കമ്പോസ്ഡ് മൂന്നും മിഷ്കിനാണ്. ഒരു ട്രെയിനിന്റെ അകത്തുള്ള സിനിമ എന്നാണ് ഇതിന്റെ പ്രകാരം കിട്ടിയുള്ള റിപ്പോർട്ട്സ്. ഒരു ദിവസം ട്രെയിനിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അത് ആസ്പദമാക്കിയുള്ള ഒരു കഥ. BGM വന്നു. ശ്രുതി ഹാസൻ. റിട്ടൺ ഡയറക്ടർ മിഷ്കിൻ, അറൈവിംഗ് സൂൺ. മിഷ്കിൻ ആയതുകൊണ്ട് നല്ല ഒരു പടം വരാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. എന്നിരുന്നാലും പറയാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ നല്ല പടങ്ങളും ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഒക്കെ നമ്മളെ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മളെ നിരാശരാക്കുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്ന ഒരു ട്രെൻഡുള്ള ടൈമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വയ്ക്കുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ട്രെയിനിന്റെ ഫസ്റ്റ് ലുക്ക് അല്ലെങ്കിൽ ട്രെയിനിന്റെ പോസ്റ്റേഴ്സ് വന്നപ്പോൾ തന്നെ വിജയ് സേതുപതിയുടെ ആ താടിയും കോസ്റ്റ്യൂമും കണ്ടപ്പോൾ തന്നെ ചിരി വന്നിട്ടുണ്ടായിരുന്നു, കോമഡി ആയിട്ടുണ്ടായിരുന്നു. കാരണം വലിയ താടിയാണ്, ഇങ്ങനെ ഇരിക്കുന്നത് എന്തോന്ന് താടിയിടാന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പടത്തിന്റെ നടുക്ക് വരുമ്പോ ആ താടി എന്തോ ട്രിം ആവുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് താടിയും വരുന്നുണ്ട്. ഇനി പാസ്റ്റും പ്രസന്റ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞും കൂടുതലും ആൾമാറാട്ട് അങ്ങനെ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടോന്നും അറിഞ്ഞുകൂടാ. ഇനി ഇത് തന്നെയാണോ വിജയ് സേതുപതിയുടെ മെയിൻ കോസ്റ്റ്യൂം ആണെന്നും അറിയില്ല. സേതുപതി ചിലപ്പോൾ പോലീസും എല്ലാം ആയിരിക്കാം. അവിടെ എന്തോ ഒരു ക്രൈം നടക്കുന്നുണ്ട് ട്രെയിനിൻ്റെ അകത്ത്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ പോലെ പോയിട്ട് അവിടെ പോയി ഇടിയും അതൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കൊരു കുറച്ച് ക്രൂവൽറ്റിയും കുറച്ച് വയലൻസും പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ലേഡീസ് ഫൈറ്റുകളും കാര്യങ്ങളും ഉണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. തുടക്കത്തിൽ മ്യൂസിക് ഇല്ലാതെ വന്നത് കൊള്ളായിരുന്നു സത്യം പറഞ്ഞാല്. ആസ് യൂഷ്വൽ നമ്മളെല്ലാ ടീച്ചറും കാര്യങ്ങളും ഒരു BGM ഒരു സ്കോർ എന്തെങ്കിലും ഉണ്ടാവും. ബട്ട് ഇതൊന്നും ഇല്ലായിരുന്നു. വെറും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെ ട്രെയിനിന്റെ സൗണ്ടുകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ കമ്പോസും ചെയ്യുന്നത് മിഷ്കിൻ കൂടെ തന്നെയാണ്. ശ്രുതിഹാസൻ വരുന്നുണ്ട്. ശ്രുതിഹാസൻ മിക്കവാറും വില്ലത്തി സൈഡ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ കണ്ടിട്ട്. കലൈപ്പുള്ളി സ്ഥാനു വി ക്രിയേഷൻസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നേരത്തെ റിലീസ് ചെയ്യാൻ വേണ്ടി ഇരുന്ന സിനിമയാണ് സത്യത്തിൽ ഈ ട്രെയിൻ എന്ന പടം. ബട്ട് എന്തോ ഒരു ഇഷ്യൂ എന്തോ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതുമായിട്ട് ഡിലേ ആയി. പിന്നെ മിഷ്കിൻ വേറെ ഒന്നോ രണ്ട് പടത്തോട് കമ്മിറ്റഡ് ആയി, ആക്ടിങ്ങിലേക്ക് പോയി. അങ്ങനെ എന്തോ ഡിലേ ആയി. പിന്നെ സേതുപതിക്കും ഉണ്ടായിരുന്നുള്ള ഒരു സിറ്റുവേഷനിൽ അങ്ങനെയും പടം ഡിലേ ആയിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സേതുപതിക്ക് എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഹിറ്റ് പടം കിട്ടിയിട്ട് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഒന്ന് ഫെമിലിയറായി പോപ്പുലറായ ഒരു പടം വന്നിട്ട് കുറെ നാളുകളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു നല്ലൊരു പ്രേക്ഷക പിന്തുണ, ഒരു നല്ലൊരു പോസിറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസും വന്നിട്ടും കുറെ നാളുകളായി. ഇപ്പൊ ഇനി ട്രെയിനിൽ നല്ലൊരു പെർഫോമൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഈ ഒരു പ്രൊജക്ട് അനൗൺസ്മെന്റ് വന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷനിലായിരുന്നു, നല്ലൊരു പടം വരുന്നു അല്ലെങ്കിൽ നല്ലൊരു പടം വരും. കാരണം മിഷ്കിൻ കുറെ നാൾക്കൊക്കെ സംവിധാനം ചെയ്യുന്നു, മിഷ്കിൻ തന്നെയാണ് എഴുതുന്നു. ഇതിൽ നരയനും ഉണ്ട്. അപ്പോൾ നരയൻ നിങ്ങൾക്ക് അറിയാം, മിഷ്കിനായിട്ട് മുന്നേ ഒരു സിനിമയൊക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് അറിയാം. ആ സിനിമയുടെ പേര് എനിക്ക് പെട്ടെന്ന് വരുന്നില്ല, വിട്ടുപോയി. അഞ്ചാത്തെ ആണോ അങ്ങനെ അതൊരു സിനിമ എന്താണ് അതാണെന്ന് തോന്നുന്നു. ഒരു കിള്ളം പടമാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ക്രൈം ത്രില്ലർ പോലത്തെ ഒരു സിറ്റുവേഷൻ പരിപാടി തന്നെ ആയിരിക്കും, ഒരു മിസ്റ്റീരിയസ് പരിപാടി. സേതുപതി മിക്കവാറും ഒരു പോലീസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി വില്ലന്മാരുടെ ട്രെയിനിൽ മനഃപൂർവ്വം പോകുന്ന ഒരാളാവാനാണ് സാധ്യത കൂടുതൽ. എന്നിരുന്നാലും ഒറ്റ ദിവസത്തെ കഥയാണ് ഇതിൽ പറയുന്നത്. ട്രെയിനിന്റെ അകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് അനേകം കാര്യങ്ങൾ, അതുമായിട്ട് പോകുന്ന ഒരു പടം. കണ്ടറിയാം എങ്ങനെയാണ് പടം വരുന്നതെന്ന്. ഇതിന്റെ ഫുൾ ട്രെയിലർ എന്തോ അവർ ഈ വീക്ക് തന്നെ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ ടീസർ കൊള്ളാം. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനും പിടിക്കാനൊന്നും ടീസറിൽ ഇല്ല. ഇരുന്നാലും വളരെ ചെറിയൊരു ടീസറാണ്. എന്നിരുന്നാലും ഒരു ഒറ്റ ദിവസത്തെ പടം. എനിക്ക് തോന്നുന്നു സേതുപതി പോലീസ് സൈഡ് തന്നെ ആയിരിക്കും എന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?